ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷ ക്രിയേഷൻസ്. എല്ലാ കൂട്ടുകാർക്കും ഇഷ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മൊബൈൽ ചാർജിങ് ഹോൾഡറാണ്. അപ്പം നമ്മുടെയൊക്കെ വീടുകളിലുള്ള പഴയ വേസ്റ്റ് ബോട്ടിൽ കൊണ്ട് തന്നെയാണ് ഇന്ന് മൊബൈൽ ഹോൾഡർ ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ മൊബൈൽ ചാർജിങ് ഹോൾഡർ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് പഴയ ഒരു ഉജാലയുടെ ക്രിസ്പ് ആൻഡ് ഷൈൻ എന്ന് പറഞ്ഞൊരു ബോട്ടിലാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബോട്ടിൽ കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. അപ്പോൾ ഇതുപോലെ പരന്ന ടൈപ്പ് ബോട്ടിൽ ഏത് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അതിനുശേഷം ഞാൻ ഈ ബോട്ടിൽ തണ്ടി ഇതേ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. മേൽവശം ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് പോലെ വന്നിട്ട് സൈഡ് വശം തണ്ടി ഇതേപോലെ. ഇപ്പോൾ ഒരു ഫോൺ ഇറക്കി വെക്കാൻ പരുവത്തിന് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ. അപ്പം ഞാൻ ഈ മൊബൈൽ ഹോൾഡർ ആണിയിലാണ് ഇങ്ങനെ തൂക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു വൈറ്റ് കളർ പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മേളത്തെ കവർ എടുത്തുകൊണ്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നല്ല വൈറ്റായിട്ട് തന്നെ ഇരിക്കുവാണ്. പക്ഷേ നമുക്ക് ഇതൊന്നുകൂടെ ഒരു ഗ്ലേസിങ്ങിലും ഒരു എടുപ്പമൊക്കെ തോന്നണമെങ്കിൽ നമുക്കൊന്നുകൂടെ പെയിൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഞാനിതിവിടെ കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തെടുത്തു. ഇതിപ്പോൾ നമ്മൾ അടിച്ച പെയിൻറ്റൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലൊരു ചെറിയ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബ്ലാക്ക് പെയിൻ്റാണ് എടുക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള ഡിസൈൻ ഇതിലേക്ക് കൊടുക്കുക. ഞാനൊരു ഫേസിൻ്റെ ഡിസൈനാണ് കൊടുക്കുന്നത്. കാർട്ടൂൺ പിക്ചറുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മിക്കി മൗസിൻ്റെ പടമൊക്കെ ഇതിൽ വരച്ച് കൊടുക്കാം. ഇതെനിക്കൊന്നുകൂടെ എളുപ്പമായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ മൊബൈൽ ചാർജിങ് ഹോൾഡർ റെഡി ആയിരിക്കുകയാണ്. അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ചാർജിങ് ഹോൾഡറാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വ്യത്യസ്തമായ വീഡിയോകളുമായി വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ ബൈ.